ഹലോ, ഗീതാ ഗോവിന്ദൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അങ്ങനെ ഞാൻ സസ്പെൻസ് ഒന്നും ഇടുന്നില്ല. ഇന്ന് നമ്മുടെ ഗോവിന്ദ് വരനെ തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. അതാണ് സംഭവം. ഗോവിന്ദ് അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഇതുതന്നെയായിരിക്കും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആരൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ രാധികാമ്മ വരുണ വിളിച്ചിരുന്നല്ലോ. ഇന്നലെ അവിടെയാണല്ലോ കഴിഞ്ഞത്. അപ്പോൾ അവിടുന്ന് വരുണ് പറയും, രഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവരാനാണെങ്കിൽ എന്നെയല്ല വിളിക്കേണ്ടത്, പ്രിയയെ വിളിച്ചു വരുത്ത്, അവളാണ് മിടുക്കി രഞ്ജുവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടെന്ന് പറയും. അപ്പോൾ രാധികാമ്മ പറയും, അത് മാത്രമല്ല രഞ്ജുവിൻ്റെ കൂടെ വിജയലക്ഷ്മിയും കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയും. അപ്പോൾ വരുണ് ദേഷ്യം പിടിച്ചിട്ട് പറയും, എന്തിനാ അമ്മ ആ സ്ത്രീ ഇങ്ങനെ പേടിക്കുന്നത്, എന്തിനാ പേടിക്കുന്നത്, എന്താ കാരണം എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ രാധികാമ്മ അനങ്ങാതെ നിൽക്കും. അപ്പോൾ വരുണ് ചോദിക്കുക, എന്തേ നാവടങ്ങി പോയോ, പറയാനൊന്നും ഇല്ലേ എന്നൊക്കെ പറയുകയാണ്. എന്തായാലും എന്നെ പ്രതീക്ഷിക്കേണ്ട, ഞാൻ വരില്ല എന്ന് വരുണ് തീർത്ത് പറയും. അങ്ങനെ ആ ഫോൺ കോൾ അവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് ഗീതു ഇങ്ങനെ സ്റ്റെയറിൽ ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ വെയിറ്റ് ചെയ്യും ഗോവിന്ദിനെ. അപ്പോഴത്തേക്കും നമ്മുടെ രേഖ അവിടെ എത്തും. എന്നിട്ട് ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ വെറുതെ ഇവിടെ ഇരിക്കുന്ന, ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഗീതു ഇങ്ങനെ പറയും, ഇതെന്താ കണ്ണേട്ടൻ വരാത്ത, കുറേ സമയമായല്ലോ. പിന്നെ അത് മാത്രമല്ല, ഒരു പ്രപ്പോസ് ചെയ്യുമ്പം നമ്മൾ തമ്മിലുള്ള കാര്യങ്ങൾ പ്രപ്പോസ് ചെയ്യും, അത് ഒരു സ്വകാര്യത, ഒരു പ്രൈവസി വേണമെന്ന് ആരായാലും ആഗ്രഹിക്കില്ലേ. ഇതൊന്നും എല്ലാവരും മുന്നിൽ വെച്ചിട്ട് ഈ കാര്യം പറയുന്നത് എന്നോട് മാത്രം പറഞ്ഞുകൂടെ, ഇനി ഇത് പറയണമെങ്കിലും രണ്ടാനമ്മയുടെ കൂട്ട് വേണം കണ്ണേട്ടന് എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു അങ്ങനെ രേഖയോട് പറയും. അപ്പോൾ രേഖ പറയും, അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു കോൺട്രാക്ട് മാരേജ് ആണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ ഡിവോഴ്സ് കേസ് കോടതിയിൽ പരിഗണനയിലും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അതൊക്കെ മറന്ന് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നു, സ്നേഹിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം എല്ലാവരോടും കൂടെ പറയേണ്ടത് തന്നെയല്ലേ. ഈ തീരുമാനത്തിൽ എനിക്കൊരു തെറ്റൊന്നും പറയാൻ വേണ്ടി പറ്റില്ല എന്ന് രേഖ പറയുന്നുണ്ട്. അപ്പോൾ എന്നാലും അത് എന്നോടും കൂടെ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ എന്നോടും കൂടെ ആലോചിച്ചൂടെ എന്നൊക്കെ പറയാണ്. അപ്പം നീ അതൊക്കെ വിട്, നീ ഇതൊക്കെ വിട്ടിട്ട് ഗോവിന്ദേട്ടൻ നിന്നോട് നീ ഈ കാര്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രണയം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം, എവിടെ ഹണിമൂണിന് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യാൻ നോക്ക്, വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല എന്ന് പറയും. അപ്പോൾ ഗീത പറയും, അതെയല്ലേ, വെറുതെ ഞാൻ ടെൻഷൻ അടിക്കേണ്ട അല്ലേ. എന്നിട്ട് ഹണിമൂണിന് നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോകണം, ഷിംല ആയിരിക്കും ബെസ്റ്റ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ രേഖ വരും, തണുപ്പ് വേണമെങ്കിൽ നിനക്ക് റൂമിൽ AC ഇട്ട് പുതപ്പ് മൂടി കിടന്നാൽ പോരെ എന്നിങ്ങനെ പറയും. അപ്പോൾ ഗീതു പറയും, നാച്ചുറലായിട്ടുള്ള തണുപ്പ് വേണം എന്നിങ്ങനെ, അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണെന്നൊക്കെ പറയും. എന്നിട്ട് രേഖ പറയും, ഞാൻ ഉദ്ദേശിച്ചത് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്, വല്ല മലേഷ്യയോ സ്വിറ്റ്സർലാൻഡോ ദുബായോ അങ്ങനെ എന്തെങ്കിലും പെണ്ണേന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അവർ പറയും, നല്ല ഗീതു പറയും, നാച്ചുറലായിട്ടുള്ള തണുപ്പിൽ കണ്ണേട്ടനായിട്ട് വഴക്കിട്ട് കടിക്കുന്ന സുഖം വേറെ തന്നെയാണെന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് രേഖയോട് പറയും. അപ്പോൾ രേഖ പറയും, വഴക്കടിക്കാൻ നിൽക്കുന്നു, ഉള്ള സമയത്ത് സ്നേഹിക്കാൻ നോക്ക് വെണ്ണേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് രേഖ അങ്ങോട്ടേക്ക് താഴോട്ടേക്ക് പോകും. അപ്പോൾ പിന്നെ പറയുന്ന ആൾ വലിയ ജീവിതം ആസ്വദിച്ചിട്ടാണല്ലോ നിൽക്കുന്നതെന്നൊക്കെ പറയും. അപ്പോൾ രേഖ ഇങ്ങനെ കുറച്ച് ഇമോഷണലായിട്ട് പറയും, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ, എനിക്ക് ഈ ജീവിതം മതി, എൻ്റെ ഹണിമൂൺ എന്ന് വെച്ചാൽ കിച്ചണിൽ നിന്ന് ബെഡ്റൂമിലേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രേഖ പറഞ്ഞിട്ട് പോവും. അതൊരു ചെറിയൊരു വിഷമിപ്പിക്കുന്നതായിരുന്നു. അതവിടെ കഴിഞ്ഞ് പിന്നെ രഞ്ജു നമ്മുടെ ഗീതുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ് നിനക്ക് ജാടയാണോ, രാവിലെ മുതൽ ഞാനും എൻ്റെ അമ്മയും നിന്നെ കാത്തിരിക്കുകയാണെന്നൊക്കെ പറയും. അപ്പോൾ ഗീതു പറയും, അമ്മ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും, പക്ഷേ നീ ധ്യാനിയായിരിക്കും കാത്തിരിക്കുന്നുണ്ടാവുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രഞ്ജു പറയും, ധ്യാൻ വേറൊരു ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ള, ജോലി അന്വേഷിച്ച് പോയിട്ടുള്ളത് എന്നൊക്കെ പറയും. അപ്പോൾ ഗീതു പറയും, അങ്ങനെ ജോലി വേണമെങ്കിൽ AGM വന്നാൽ പോരെ എന്നൊക്കെ പറയും. ധ്യാൻ അങ്ങനെയുള്ള ഒരാളല്ല, അങ്ങനെ ആരുടെയും ഔദാര്യമൊന്നും അങ്ങനെ ഇഷ്ടമല്ല, ഭയങ്കരമായിട്ട് അഭിമാനമുള്ള ആളാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഗീതു പറയും, അത് നല്ലൊരു കാര്യം, ഇങ്ങനെ ഒരാളെ കിട്ടിയത് നിനക്ക് ഭാഗ്യമാണ്, തിരിച്ച് കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നത് വളരെ വലിയൊരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതങ്ങോട്ട് പറയും. അപ്പോൾ രഞ്ജു പറയും, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നേരിട്ട് കാണണം എന്ന് പറയും. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ വിജയലക്ഷ്മി അവിടെ എത്തും. എന്നിട്ട് ആരെ ഫോണിൽ ധ്യാനാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ രഞ്ജു പറയും, അല്ല ഗീതു ആണെന്ന് പറയും. എന്നിട്ട് ഫോൺ ലൗഡ് സ്പീക്കറിലിടാൻ വേണ്ടി പറയും. അപ്പോൾ എന്നിട്ട് ഹലോ മോളെ എന്നൊക്കെ ചോദിക്കും. ആ സമയത്ത് രഞ്ജു എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ രഞ്ജു പറയും, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവിന്ദേട്ടനുമായിട്ട് ഇഷ്ടത്തിലാവാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഞാൻ എന്നൊക്കെ പറയും. അപ്പോൾ ഗീതുവിന് മനസ്സിലാവും വിജയലക്ഷ്മി കേൾക്കാൻ പാടില്ലാത്ത എന്തോ ആണ് രഞ്ജുവിന് പറയാനുള്ളതെന്ന് മനസ്സിലാവും. എന്നിട്ട് പറയും, ആരുടെയും ടിപ്സ് ഇനി എനിക്ക് വേണ്ട, ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ എനിക്കിങ്ങനെ പറയും, രേഖേച്ചി വഴി എൻ്റെ പ്രണയം അങ്ങ് തുറന്ന് പറഞ്ഞു കഴിഞ്ഞു, ഇനി എന്നോട് നേരിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് മാത്രമാണെന്ന് പറയും. അപ്പോൾ നിൻ്റെ ശബ്ദത്തിൽ ആ ഒരു ടെൻഷനൊന്നും കാണുന്നില്ലല്ലോ എന്ന് രഞ്ജു പറയും. അപ്പോൾ റിപ്ലൈ പോസിറ്റീവാണ്, ഗോവിന്ദേട്ടൻ പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ എനിക്ക് തരാൻ പോകുന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ടാണ് ടെൻഷൻ ഇല്ലാത്തത്, ഇനി എന്നോട് പറയണം, അത് മാത്രമാണ്, അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണെന്ന് ഇങ്ങനെ പറയും.
അപ്പോഴേക്കും ഗോവിന്ദ് അവിടെ എത്തും. അപ്പോൾ ഗീതു പറയും പറഞ്ഞ് നാവെടുത്തില്ല, അപ്പോഴേക്കും ആളെത്തി എന്ന് പറയും. എന്നിട്ട് എന്നാൽ പിന്നെ വേഗം നീ അവിടെ അങ്ങോട്ടേക്ക് പോയിക്കോ എന്ന് പറയും, ഗോവിന്ദൻ്റെ അടുത്തേക്ക് പോയിക്കോ എന്ന് പറയും വിജയലക്ഷ്മി അമ്മ. അപ്പോൾ ഗീതു പറയും ഇനി ഞാൻ കുറച്ച് ജാടയിട്ട് നിൽക്കാം, എന്തായാലും പോസിറ്റീവ് ആണല്ലോ, ഇനി ഞാൻ കുറച്ച് ജാടയിട്ട് നിൽക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നേരെ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ വില പോകുന്നു ഇങ്ങനെ ഗീതു പറയും. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യും. അപ്പോൾ വിജയലക്ഷ്മി അമ്മ പറയും ഇവളുടെ ഒരു ജാട, ഭർത്താവായ കുറച്ച് മര്യാദയ്ക്ക് പോകണം, അവളുടെ ഒരു ജാട ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ എന്താ രഞ്ജുവോടാ പറയുന്നത്, ഇനിയിപ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയോ, ഗോവിന്ദ് അയ്യുമ്പോൾ ഗീതു മുറുകും, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു ആവും. ഇതാ സംഭവിക്കാൻ പോകുന്നത്, ജാട ഇട്ടിട്ട് ഇവൾ കൊളാക്കുമോ എന്തോ, ഇത് കൊളാവുന്ന തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിജയലക്ഷ്മി അമ്മ അവളുടെ ഒരു ജാട എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പറയും. എന്നിട്ട് പിന്നെ അത് അവിടെ കഴിയും. പിന്നെ ഇപ്പുറത്ത് ഗോവിന്ദ് എത്തുന്നതിന് മുന്നേ, അകത്ത് കയറുന്നതിന് മുന്നേ രാധികാമ്മ ഓൾറെഡി താഴെയുണ്ട്. ഗീത് വേഗം ഓടിച്ചു വന്നിട്ട് പേപ്പറൊക്കെ ഇങ്ങനെ, ഇതിൻ്റെ ബാക്കി പേപ്പർ എവിടെ, ഇതാര വായിച്ചിട്ട് ഇങ്ങനെയൊക്കെ, അതായത് പേപ്പറിൻ്റെ 2-3 പേപ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഉള്ളത്. എന്നിട്ട് വേഗം പേപ്പർ എടുത്ത് ഇങ്ങനെ വായിക്കുന്ന പോലെ ആക്കും. രാധികാമ്മയും അടുത്തുണ്ട്. എന്നിട്ട് അപ്പോഴത്തേക്കും ഗോവിന്ദും അയ്യപ്പേട്ടനും അകത്തെത്തും. എന്നിട്ട് ഗോവിന്ദേട്ടൻ ഇപ്പോൾ വന്നെന്ന് ഇങ്ങനെ ഗീത ചോദിക്കും. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ കുറേ കാലമായി വന്നിട്ട് എന്നിങ്ങനെ പറയും. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ. എന്നിട്ട് രേഖയുടെ, അതായത് ഒരു ഭാര്യയുടെ ആഗ്രഹവും കണ്ടിരുന്നു, ഞാൻ കാണാണ്ട് നിൽക്കില്ല, വിഷമമൊന്നും കാണാണ്ട് നിൽക്കില്ല, അതിനെ മനസ്സിലാക്കി രേഖയുടെ രേഖ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങും, രാധികാമ്മയോട് പറയാൻ തുടങ്ങും. അപ്പോൾ എന്നിട്ട് ഗീതു പറയും അതെ കണ്ണേട്ട, അങ്ങനെ കാണാണ്ടിരിക്കാൻ പാടില്ല, കാണുകയും വേണം, കണ്ടതൊക്കെ എല്ലാവരോടും പറയുകയും വേണം എന്നൊക്കെ ഇങ്ങനെ ഗീതു ഇങ്ങനെ പറയും ആവേശത്തോടെ. അപ്പോൾ അയ്യോ ആവേശം കൂടിപ്പോയോ, കണ്ണേട്ടൻ പറഞ്ഞു എന്നിങ്ങനെ ഗീതുവും പറയും. എന്നിട്ട് ഇങ്ങനെ അകത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് വരുൺ അപ്പോഴത്തേക്ക് എൻട്രി ആവും. വരുണിൻ്റെ എൻട്രിയാണ്. എന്നിട്ട് അപ്പോൾ തന്നെ രണ്ടാളുടെയും കാറ്റങ്ങ് പോയി, നമ്മുടെ രേഖയുടെയും ഗീതുടെയും. എന്നിട്ട് രേഖ ഒരൊറ്റയാൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവളുടെ മനസ്സിൽ ഫുൾ വരുണായിരുന്നു. അവൾ എന്നോട് ആ കാര്യങ്ങൾ പറയുമ്പം ആദ്യം ഞാൻ വിചാരിച്ചത് എന്നെ പറ്റിയാണെന്നാണ്. പക്ഷേ പിന്നീട് എനിക്ക് പോകെ മനസ്സിലായി അത് വരുണിനെ പറ്റിയാണ്, അവർ രണ്ടാളും പറ്റിയാണ് അവൾ പറഞ്ഞതെന്ന്. അതൊക്കെ പറയുമ്പം അവളുടെ ആ ഒരു ഇമോഷൻസ്, അവളുടെ മനസ്സ് നിറച്ചും വരുണായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് മാത്രമാണ് ഞാനിവനെ തിരിച്ച് വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയും. സന്തോഷമായി രേഖ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ രേഖ പറയും സന്തോഷമായി, ഒരുപാട് സന്തോഷമായി എന്ന് പറയും. അപ്പോൾ ഗീതയോടും ചോദിക്കും എനിക്ക് സന്തോഷമായി എന്ന് ചോദിക്കും. അപ്പോൾ ഗീതവും പറയും സന്തോഷമായി, ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കണ്ണേട്ടനെ കഴിഞ്ഞേ ഉള്ളൂ ആൾ എന്നിങ്ങനെ പറയും. അവൾ സങ്കടത്തോടെ ആണെങ്കിലും പറയും. എന്നിട്ട് നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നീ പോയി ഡയറക്റ്റ് പറഞ്ഞോന്ന് പറയും വരുണിനോട്. അങ്ങനെ വരുണ് രേഖയുടെ അടുത്ത് പോയിട്ട് സോറി, ഞാൻ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, മനഃപൂർവ്വമാണോ അല്ലയോ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല, പക്ഷേ ഇനി ഞാൻ നിന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ല, കുറേ വേദനിപ്പിച്ചു, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ സോറിയൊക്കെ പറയും. എന്നിട്ടിങ്ങനെ തോളിൽ കൈയിട്ടിട്ട് ഇങ്ങനെ അടുത്തൊക്കെ വരും. ഇനി നമ്മൾ നല്ലൊരു ലൈഫായിരിക്കും, ഗോവിന്ദേട്ട കണ്ടോ, നമ്മൾ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടുത്തേക്ക് വരും. എന്നിട്ട് ഗോവിന്ദ് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഗീതു ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് സന്തോഷമായി, രേഖേനോട് ഇങ്ങനെ പറയും സന്തോഷമായി, മനസ്സ് നിറഞ്ഞു എനിക്ക് എന്ന് പറയും. എന്നിട്ട് നമ്മുടെ വരുണ് പറയും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്, വിശ്വസിക്കാമെന്ന് ഇങ്ങനെ പറയും. രാധികാമ്മയ്ക്ക് ഇതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.